ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിലുണ്ടായ നാടൻ തക്കാളി വെച്ചൊരു ഈസി തക്കാളി കറിയാണ്. ഇതിനായി 5-6 പച്ച തക്കാളിയും 2 പഴുത്ത തക്കാളിയും എടുത്തിട്ടുണ്ട്. 1 മുറി തേങ്ങ ചിരവിയത്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1 പിടി ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില. ഇനി ഇവയെല്ലാം കൂടി നന്നായി മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ വെള്ളം കൂടാതെ നോക്കണം. എല്ലാം നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി തക്കാളി അരിഞ്ഞു വെച്ച കഷ്ണങ്ങൾ ഒരു മൺകലത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി വേവിച്ചെടുക്കാം. നമ്മുടെ വീട്ടിലുണ്ടായ തക്കാളി ആയതിനാൽ യാതൊരുവിധ വിഷവും ചേർക്കാതെ ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഇത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു കറിയാണ്. വളരെ സിമ്പിളായിട്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ കറി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ചോറിന് കൂടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ദയവായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ തക്കാളി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ കറി തിളക്കുന്നതോടുകൂടി ഏകദേശം കറി റെഡിയായി. എത്ര പെട്ടെന്നാണ് ഈ കറി റെഡിയായതെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കറി തയ്യാറാക്കിയെടുക്കാം. പക്ഷേ രുചിയിൽ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നിങ്ങൾ ദയവായി ട്രൈ ചെയ്ത് നോക്കണം. കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി കടുക് താളിച്ചൊഴിക്കാം. അതിനായി നല്ല വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കടുക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് അല്പം 3-4 ചുവന്ന മുളക് നന്നായി ഇളക്കിയെടുക്കാം. അതിലോട്ട് കറിവേപ്പില ചേർത്ത് കറിക്ക് മുകളിൽ താളിച്ചൊഴിക്കാം. ഈ വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റും കൂടെയാണ് കറിക്ക് നല്ല രുചി നൽകുന്നത്. ഇതോടെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സാദാ ചോറിന് കൂടെ സെർവ് ചെയ്യാം. ഇനി ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാം. ചോറിന് നല്ല ഇടിച്ചക്ക മെഴുക്കുവരട്ടിയും തക്കാളിക്കറിയും മുട്ടത്തോരനും കൂടെയാണ് എടുത്തിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ലഞ്ചായിരുന്നു. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.